മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചത് സകല ഭൂചര ജന്തുവിന്മേലും വാഴുവാൻ, സകല സൃഷ്ടിയൻ വാഴുവാനുള്ള അധികാരമുള്ളവനായിട്ടാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്. എന്നാൽ സാത്താന്റെ കൗശല തന്ത്രങ്ങളുടെ മുമ്പിൽ മനുഷ്യൻ പതറി വീണു. പാമ്പിന് അടിമപ്പെട്ടു പോയി, സാത്താന് മനുഷ്യൻ അടിമപ്പെട്ടു പോയി. അവൻ തെറ്റായ ആലോചനകൾ കൊടുത്ത് മനുഷ്യന്റെ മനസ്സിനെ തിരിച്ചു കളഞ്ഞു. ദൈവ സാന്നിധ്യത്തിൽ നിന്ന് അവനെ അകറ്റിക്കളഞ്ഞു. സാത്താൻ മനുഷ്യനോട് ചോദിച്ച ചോദ്യം ഇതാണ്: തോട്ടത്തിലെ യാതൊരു വൃക്ഷത്തിന്റെ ഫലം നിങ്ങൾ തിന്നരുതെന്ന് ദൈവം വാസ്തവമായി കൽപ്പിച്ചിട്ടുണ്ടോ എന്ന് ഒരു സംശയാസ്പദമായ ഒരു ചോദ്യം അവരുടെ മുമ്പിൽ വെക്കുകയാണ്. ഇന്നും മനുഷ്യന്റെ മുമ്പിൽ സാത്താൻ ഇങ്ങനെയുള്ള സംശയാസ്പദമായ ചോദ്യങ്ങൾ പലതും നിരത്തി വെക്കാറുണ്ട്. അതിൽ ചിലതാണിങ്ങനെ: നിങ്ങൾ കലക്കവെള്ളത്തിൽ മുങ്ങി സ്നാനപ്പെടേണ്ട ആവശ്യമുണ്ടോ? നിങ്ങൾ പതുക്കെ പ്രാർത്ഥിച്ചാൽ പോരെ? നിങ്ങൾ പതുക്കെ പാടിയാൽ പോരെ? എന്തിന് തുള്ളിച്ചാടി ആരാധിക്കണം? പ്രാർത്ഥിക്കുവാൻ ആലയത്തിൽ തന്നെ പോകേണ്ട നിർബന്ധമുണ്ടോ? വീട്ടിലിരുന്നും പ്രാർത്ഥിച്ചുകൂടെ? എന്തിന് ദൈവദാസന്മാരെ അനുസരിക്കണം? എന്തിന് സഭയ്ക്ക് കീഴ്പ്പടിയണം? എന്തിന് സ്തോത്രകാഴ്ചകൾ കൊടുക്കണം? ദശാംശം കൊടുത്താൽ വല്ല അനുഗ്രഹങ്ങൾ ഉണ്ടാകാറുണ്ടോ? പല നിലയിൽ മനുഷ്യനെ സംശയാസ്പദമായ തോന്നലുകൾ അകത്തിട്ട് എന്താണ് സാത്താൻ അവിടെ ഉദ്ദേശിക്കുന്നത് അറിയാമോ? ദൈവത്തെ പൂർണ്ണമായി അനുസരിക്കുന്നതിൽ നിന്ന് മനുഷ്യനെ പിന്തിരിപ്പിച്ച് കളയണം. ദൈവത്തെ അനുസരിക്കാതെ, ദൈവശബ്ദങ്ങളെ അനുസരിക്കാതെ മനുഷ്യൻ പിന്തിരിയുമ്പോൾ സംഭവിക്കുന്നത് അവൻ ദൈവസാന്നിധ്യത്തിൽ നിന്നാണ് നഷ്ടപ്പെടുന്നത്. പലപ്പോഴും ദൈവത്തെ ചോദ്യം ചെയ്ത്, സഭയെ ചോദ്യം ചെയ്ത്, ദൈവദാസന്മാരെ ചോദ്യം ചെയ്ത് പുറകോട്ട് പോയവരുടെയൊക്കെ ജീവിതത്തിൽ പിന്നത്തേതിൽ വലിയ തകർച്ചകൾ നേരിട്ടത് നാം കണ്ടിട്ടുണ്ട്. ഞാൻ നിങ്ങളോട് പറയട്ടെ, ദുഷ്ടന്റെ സകല ചോദ്യങ്ങളും നിങ്ങൾ ദൈവവചനം കൊണ്ട് ഉത്തരങ്ങൾ കണ്ടെത്തി അതിനെ നിർവീര്യമാക്കി കളയണം. ചില ചോദ്യങ്ങൾക്ക് ദൈവത്തിൽ മറുപടി ഇല്ലെങ്കിൽ നമ്മുടെ വളർച്ചയുടെ മറ്റൊരു ഘട്ടത്തിൽ ദൈവം ഇത് വെളിപ്പെടുത്തി തരുമെന്ന് വിശ്വസിച്ച് ദൈവത്തെ ആശ്രയിച്ച് മുന്നോട്ട് പോകണം. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ ഈ പ്രഭാതത്തിൽ സഹായിക്കട്ടെ. ഇന്ന് നിങ്ങളുടെ ഉള്ളിൽ പിശാചിട്ടേക്കുന്ന സംശയത്തിൻ്റെ വിത്തുകളെ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞാനതിനെ നിർവീര്യമാക്കുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ. എനിക്ക് ഉത്തരം കിട്ടിയാൽ മാത്രമല്ല ദൈവമാകുന്നത്. എനിക്ക് ഉത്തരം കിട്ടിയാലും ഉത്തരം കിട്ടിയില്ലെങ്കിലും എൻ്റെ യേശു എനിക്ക് ദൈവമാണെന്നുള്ള ഉറച്ച വിശ്വാസത്തോടെ, ഉറച്ച പ്രഖ്യാപനത്തോടെ മുന്നോട്ട് പോകാൻ ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഗോഡ് ബ്ലസ് യു.